ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണത്തിന് പറ്റിയ നല്ലൊരു ഇഞ്ചമ്പുളി തയ്യാറാക്കാം. പലയിടങ്ങളിൽ ഇതിന് പുളിയിഞ്ചിക്കറി എന്ന് പറയും. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഒപ്പം ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് ഇഞ്ചമ്പുളി തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇഞ്ചമ്പുളിക്കായിട്ട് എടുക്കുന്ന കോൽപ്പുളി ഏകദേശം ഒരു 200 ഗ്രാമോളം വരും. ഒപ്പം 5 വെല്ലം ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു പിടി കടുകാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 2 ആയാലും മതിയാവും കേട്ടോ. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചെറുതാക്കി അരിഞ്ഞെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് അധികം ചേർക്കണമെന്നില്ല. ഇഞ്ചിപ്പുളിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ശർക്കരയും ഇഞ്ചിയുമാണ്. അപ്പോൾ നല്ലതുപോലെ ഇഞ്ചി നമ്മൾ ചേർക്കുമ്പോൾ ഇഞ്ചിപ്പുളി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതിനുശേഷം നമുക്കിതിലേക്ക് 2 പിടി നന്നായി വട്ടത്തിൽ അരിഞ്ഞെടുത്ത ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്നെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് ഒരു ഗോൾഡിഷ് കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ 200 ഗ്രാം പുളി ഒരു 5-6 മണിക്കൂറേലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അത് നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്ത പുളിവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഗോൾഡിഷ് കളർ ആകുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് ഗോൾഡിഷ് കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി പുളിവെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് അല്പം വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 500 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, അതായത് 5 ബെല്ലം ശർക്കര. അങ്ങനെ ശർക്കരയെല്ലാം ചേർത്ത് നല്ല കുറുകിയ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇഞ്ചിപ്പുളി ഒന്നും കൂടെ നല്ല കട്ടിയായിട്ട് കിട്ടണമെങ്കിൽ നമുക്കിത് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടി കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാൻ അനുവദിക്കാം. അങ്ങനെ നല്ലതുപോലെ തണുത്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് ഇഞ്ചിപ്പുളി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഇഞ്ചിപ്പുളിയും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.